നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഈ AI യുഗത്തിൽ ജീവിച്ചുകൊണ്ട് ഭൂമി പരന്നതാണെന്നും മനുഷ്യർ ചന്ദ്രനിലേക്ക് കാല് കുത്തിയിട്ടില്ല എന്നത് കെട്ടുകഥയാണെന്നും ഒരു സെലിബ്രിറ്റി പറഞ്ഞാൽ നാം ഞെട്ടും. അതാണിപ്പോൾ 100ാം സിനിമ ആഘോഷിക്കുന്ന ഷൈനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഉണ്ടാക്കിയ വിവാദം. വിവേകാനന്ദൻ വൈറലാണ് എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷൈൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? വട്ടത്തിലുള്ള ഭൂമി എന്നത് ഒരു പ്രതീകാത്മക ചിത്രം മാത്രമാണ്. ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്ന് പറയാൻ ഭൂമി ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? വീട്ടിൽ ആപ്പിൾ ഉണ്ടെന്ന് ആപ്പിൾ കണ്ടാലാണ് വിശ്വസിക്കുക. ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുവാൻ ഭൂമിയുടെ ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല. ഭൂമിയെ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകേണ്ടി വരും? അവിടെ പോയി ആരാണ് ഭൂമിയുടെ ചിത്രം എടുക്കുക? ഇത്തരത്തിൽ തന്നെയുള്ള മറ്റൊരു കഥയാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയതെന്നും ഷൈൻ പറയുന്നു. ഭൂമിയിൽ നിന്നും ഒരു റോക്കറ്റ് ഭ്രമണപഥം ഭേദിച്ച് ചന്ദ്രനിൽ എത്തുമ്പോഴേക്കും അത് വളരെ ചെറുതായിരിക്കും. പിന്നെ അത് തള്ളാൻ പോലും ഒരാളില്ല. അവിടെ നിന്നും എന്ത് പ്രഷറിലാണ് അത് തിരിച്ചെത്തുക? കത്താതെ പേടകം തിരികെ വരികയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിന്നും അയക്കുമ്പോൾ തന്നെ ഇത്രയും സന്നാഹം ഉപയോഗിക്കുന്നത്? അതേ ഐഡിയ തന്നെ ഇവിടെ നിന്നും ഉപയോഗിച്ചാൽ പോരെ? ഇവരുടെ ഈ പൊറോട്ട് കഥ നമ്മളല്ലാതെ മറ്റാരും വിശ്വസിക്കുമോ? രണ്ടുപേർ അവിടെ എത്തിയിട്ട് ആദ്യം നീൽ ആംസ്ട്രോങ് ആണ് അവിടെ കാല് കുത്തിയതെന്ന് പറയുമോ? ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യൻ പോയ ശേഷം ആരും അവിടേക്ക് പോയിട്ടില്ലല്ലോ. അന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ബസ്സിന് ആളെ കൊണ്ടുപോകാമായിരുന്നല്ലോ എന്നാണ് ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നത്. ഈ അഭിമുഖം ഇറങ്ങി നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അത് ട്രോളായി മാറി. ഷൈനിനെ മാനസികാരോഗ്യത്തിന് ചികിത്സിക്കേണ്ടി വരുമോ എന്ന് പോലും പലരും പരിഹസിച്ചു. നടനെതിരെ പഴയ ലഹരി കേസുമായി ബന്ധപ്പെടുത്തി പോലും വിമർശനങ്ങളും വന്നു. പക്ഷേ ഈ ലോകത്ത് ഇത്തരം അസംബന്ധ വാദങ്ങൾ ഉന്നയിക്കുന്നവരിൽ ഷൈൻ ടോം ചാക്കോ തനിച്ചല്ല എന്നതാണ് വാസ്തവം. അമേരിക്കയിലും മറ്റും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ടെക്കികളും അടക്കം ഉന്നത വിദ്യാഭ്യാസം നേടിയ പലരും ഭൂമി പരന്നതാണെന്നും വിശ്വസിക്കുന്ന കൂട്ടായ്മകളിലും ചന്ദ്രയാത്ര തട്ടിപ്പാണെന്ന് പറയുന്ന സംഘടനകളിലും അന്യഗ്രഹ ജീവികളെ കണ്ടുവെന്നവരുടെ കൂട്ടായ്മകളിലും ഉൾപ്പെടുന്നുണ്ട്. ലോകം നിയന്ത്രിക്കുന്നത് ഇലുമിനാറ്റി ആണെന്ന് വിശ്വസിക്കുന്നവരും അംഗങ്ങളായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? എന്താണ് ഈ പരന്ന ഭൂമി പ്രസ്ഥാനം? ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അന്ന് വരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് വാദിച്ച ഗലീലിയോ മതനിന്ദ നടത്തിയതിന്റെ പേരിലാണ് ജയിലിൽ അടച്ചത്. പോപ്പ് 8ാമനായിരുന്നു ആ വിധി അദ്ദേഹത്തിന് സമ്മാനിച്ചത്. 1633 ജൂൺ 22-നാണ് ഒരു ശാസ്ത്ര സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഗലീലിയോ ഗലീലിക്ക് ജയിൽ ശിക്ഷ ലഭിക്കുന്നത്. പിന്നീട് മരണം വരെ വീട്ടുതടങ്കലിലായിരുന്നു അദ്ദേഹം. പിന്നീട് കാലം എത്രയോ കഴിഞ്ഞു. ഇന്ന് ഭൂമി പരന്നതല്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ പോലും ചിരിക്കും. മനുഷ്യൻ ബഹിരാകാശത്തും ചന്ദ്രനിലും എത്തി അവനുണ്ടാക്കിയ റോബോട്ടുകൾ ചൊവ്വയിൽ നിന്നും പാറകളുമായി മടങ്ങിയെത്തി സൂര്യനെ അടുത്തറിയാൻ പുതിയ ഉപഗ്രഹങ്ങൾ അയച്ചു. സാറ്റലൈറ്റുകൾ കൺതുറന്ന് ഭൂമിയെയും പ്രപഞ്ചത്തെയും നിരീക്ഷിച്ച് ചിത്രങ്ങൾ നമുക്ക് തന്നു. ബഹിരാകാശത്തു നിന്നുമുള്ള ഭൂമിയുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് എന്നതിന് ഇന്ന് 10,000-കണക്കിന് തെളിവുകളുണ്ട്. പക്ഷേ അപ്പോഴും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗവുമുണ്ട്. അവർക്ക് ശക്തമായ ഒരു സംഘടനയുമുണ്ട്. അതാണ് 1956 രൂപം കൊണ്ട ഫ്ലാറ്റ് എർത്ത് റിസർച്ച് സൊസൈറ്റി. ബ്രിട്ടനിലെ ഡോവർ സ്വദേശി സാമുവൽ ഷെന്റ് ആണ് ഇതിന്റെ സ്ഥാപകൻ. ഇവരുടെ ട്വിറ്റർ ഹാൻഡിൽ 100,000-ഓളം പേർ പിന്തുടരുന്നുമുണ്ട്. ഭൂമി പരന്നതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങളും ഇവർ നടത്തിയിട്ടുമുണ്ട്. US-ൽ എല്ലാ വർഷവും ഫ്ലാറ്റ് എർത്ത് കോൺഫറൻസ് നടക്കാറുമുണ്ട്. ഡാറ്റ ഫോർഹ എന്ന പ്രശസ്തമായ ഡാറ്റ കമ്പനി 2019 നടത്തിയ ഒരു സർവേയിൽ ബ്രസീലിലെ 7% പേർ ഇപ്പോഴും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നതായി പറയുന്നു. ഇത് ഏകദേശം 11 ദശലക്ഷക്കണക്കിന് വരും. 2017-ൽ ബോബി റേ സിമൻസ് ജൂനിയർ എന്ന പരന്ന ഭൂമിവാദി ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാനായി പൊതുജനങ്ങളിൽ നിന്നും ധനസമാഹരണം വരെ നടത്തിയിരുന്നു.
ഭൂമി പരന്നതാണെന്ന് തെളിയിക്കാനായി സ്വന്തമായി റോക്കറ്റ് നിർമ്മിച്ച ശൂന്യാകാശത്തേക്ക് പോയി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആളാണ് മൈക്ക് ഹ്യൂഗസ് എന്ന അമേരിക്കക്കാരൻ. 2020 ഫെബ്രുവരി 22-ന് സ്വന്തമായി നിർമ്മിച്ച റോക്കറ്റിൽ കയറി ആകാശത്തേക്ക് കുതിച്ച മൈക്ക് ഹ്യൂഗസ് 2000-ഓളം അടി ഉയരത്തിൽ നിന്നുമുള്ള വീഴ്ചയിൽ മരണപ്പെടുകയായിരുന്നു. ഇതുപോലെ തന്നെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് വാദിച്ചവരുടെ മുന്നിൽ പരന്ന ഭൂമി പ്രസ്ഥാനക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ ഭൂമി ഉരുണ്ടതാണെന്ന് കരുതുന്നവർ പോലും ചാന്ദ്രദൗത്യം കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇതിന്റെ പേരിൽ നിരവധി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുമുണ്ട്. ഏറ്റവും പ്രമുഖമായ വാദം ചന്ദ്രനിൽ യാത്രികർ നാട്ടിയ പതാകയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അന്തരീക്ഷം വളരെ നേർത്ത വായു ചലനമില്ലാത്ത ചന്ദ്രനിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ പതാക പാറിപ്പറക്കുന്നത് എങ്ങനെയാണെന്നായിരുന്നു ചോദ്യം. മറ്റൊരു പ്രധാന വാദം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചിത്രങ്ങളിൽ നക്ഷത്രങ്ങൾ ഇല്ല എന്നതാണ്. നക്ഷത്രങ്ങളുള്ള ചിത്രങ്ങൾ എടുത്താൽ ഫോട്ടോയിലെ വ്യത്യാസം മനസ്സിലാക്കി ആളുകൾ കള്ളി വെളിച്ചത്താക്കും എന്നതിനാലാണ് ഇവ മായ്ച്ചു കളഞ്ഞ് നാസ പുറത്തിറക്കിയതെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരെ ഉണ്ടായി. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കൾട്ട് പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പറക്കും തളികകളെ കണ്ടവരുടേത്. അന്യഗ്രഹ ജീവികളെ കണ്ടുവെന്ന് മാത്രമല്ല അവരുമായി ശാരീരിക ബന്ധം പുലർത്തി എന്ന് അവകാശപ്പെടുന്നവർ പോലുമുണ്ട്. എന്നാൽ ഇത്തരക്കാരിൽ നല്ലൊരു ശതമാനം ആളുകളും മാനസിക അസ്വസ്ഥതകൾ ഉള്ളവരോ എളുപ്പത്തിൽ കിട്ടുന്ന പബ്ലിസിറ്റിയിൽ മോഹിച്ച് എത്തുന്നവരോ ആയിരിക്കും. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടും അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നതിന് ഇതുവരെ യാതൊരു തെളിവും കണ്ടെത്തിയിട്ടില്ല. അതേസമയം ശാസ്ത്രം ഒന്നും തള്ളുന്നുമില്ല. അന്യഗ്രഹ ജീവികളുണ്ടോ എന്ന് നാസ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഗ്രഹങ്ങളിലേക്ക് ദൗത്യങ്ങൾ അയക്കുമ്പോൾ ഇക്കാര്യവും നാസ സൂക്ഷ്മമായി വിലയിരുത്താറുണ്ട്. അന്യഗ്രഹ ജീവികളെ തേടുന്ന പ്രവർത്തനങ്ങളെല്ലാം പൊതുവിൽ അറിയപ്പെടുന്നത് സെറ്റി സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് എന്ന പേരിലാണ്. മറ്റ് ലോകങ്ങളിൽ നിന്നും അന്യഗ്രഹ ജീവികളുടെ റേഡിയോ സന്ദേശങ്ങൾ വരുന്നുണ്ടോ എന്ന അന്വേഷണമായിരുന്നു ഇവരുടെ പ്രധാന പ്രവർത്തനം. അമേരിക്കയിലെ സെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കൂട്ടത്തിൽ പ്രസിദ്ധവുമാണ്. അതുപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്ന ഇലുമിനാറ്റി എന്ന ഗ്രൂപ്പിൽ വിശ്വസിക്കുന്നവരും ഏറെയാണ്. കേരളത്തിൽ പോലും ഇതിന് വലിയ ആരാധകർ ഉണ്ട്. ബുഷും ട്രംപും നെതന്യാഹുവും ഒക്കെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരാണെന്നും ലോകത്ത് ഫാമിലി എന്ന ഒരു 10 അംഗ കുടുംബമാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നും ഇത്തരക്കാർ പ്രചരിപ്പിക്കുന്നു. അടിമുടി നിഗൂഢത അതാണ് ഇലുമിനാറ്റി. 17-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ആരംഭിച്ച ഒരു സംഘടനയാണത്. 1776-ൽ ജർമ്മൻ തത്വചിന്തകനും കനാൻ നിയമത്തിലും സിവിൽ നിയമത്തിലും പ്രൊഫസറുമായ ആദം വെയ്ഷോപ്പാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. മതങ്ങളുടെ അപ്രമാദിത്വവും എടുത്തു കളയുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. അങ്ങനെ സത്യമോ അസത്യമോ അപ്രാപ്യവുമായ ഒട്ടനവധി ചിന്തകൾക്കും വാദങ്ങൾക്കും ഇടയിലാണ് നമ്മുടെ ജീവിതം. അതിനിടയിലേക്കുള്ള ഷൈൻ ടോമിന്റെ കേട്ടുപഴകിയതാണെങ്കിലും ഉന്നയിക്കുന്ന ചില പ്രസ്താവന ശാസ്ത്ര അവബോധമുള്ളവർക്കിടയിൽ ചെറിയ കല്ലുകടി ഉണ്ടാക്കിയിട്ടുണ്ട്.